ഹായ് കൂട്ടുകാരെ, USS എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, സൽകീർത്തി, ഉമ, ജ്വാലാമുഖി, ചാവക്കാട് ഓറഞ്ച് ആർ 4 ഡിഫറെന്റ് ക്രോപ്സ്. ഇനിയോ, ഫൈൻഡ് ദ കറക്റ്റ് ഓർഡർ ഫ്രം ദ ലിസ്റ്റ് ബിലോ. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ട് വിളയിക്കാം 100 മേനി അല്ലെങ്കിൽ ടുവേർഡ്സ് എ 100-fold yield എന്ന് പറയുന്ന ചാപ്റ്ററിനെ ബേസ് ചെയ്തുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ശരിയാണ്, ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരമൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, അത് മിസ്സിന് അറിയാം. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ഓപ്ഷനിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതായിട്ടുള്ള 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇവിടെ നോക്കുക, സൽകീർത്തി ലേഡീസ് ഫിംഗർ ഓക്കെയാണ്, നമ്മൾ പഠിച്ചതാണ്. ജ്വാലാമുഖി ഏതാണ്? ചില്ലിയുടെ കൂട്ടത്തിലാണ് വരുന്നത്, അപ്പോൾ അതും കറക്റ്റ് ആണ്. ഇനി ഉമ എന്നാണ് കൊടുത്തിരിക്കുന്നത്, അത് പാടിയാണ്. ഓക്കെ, പാടിയുടെ വെറൈറ്റി ആണ്, പക്ഷെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നിട്ടില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഒരു 2-3 വെറൈറ്റീസ് ഒക്കെ നമ്മൾ തന്നെത്താൻ കൂടുതൽ പഠിക്കണം. ഇവിടെ ഏറ്റവും ട്രിക്കി ആയിട്ട് ചോദിച്ചിരിക്കുന്ന കാര്യം നോക്കിക്കേ, 4ാമത്തെ വെറൈറ്റി ചാവക്കാട് ഓറഞ്ച് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഉറപ്പായിട്ട് നോക്കിയേ, ഇത്രയും കാര്യം ഓക്കെ ആയിട്ട് വരുമ്പോൾ ഒരു കുട്ടി ഏതേ മാർക്ക് ചെയ്യുള്ളൂ? ഓറഞ്ച് എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ടല്ലോ. അപ്പം 4ാമത്തെ ഓപ്ഷൻ എന്ത് മാർക്ക് ചെയ്യും? ഓറഞ്ച് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്ന് നിങ്ങൾ മാർക്ക് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കുക, ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ചാവക്കാട് ഓറഞ്ച് എന്ന് പറയുന്നത് കോക്കനട്ടിന്റെ ഒരു വെറൈറ്റി ആണ്. അപ്പോൾ ഓപ്ഷൻ ബി അവിടെ തെറ്റാണ്, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നിങ്ങൾ USS എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രമായിട്ട് പഠിച്ചാൽ മതിയോ? അല്ല, ഇതുപോലെ മുൻവർഷ ചോദ്യങ്ങൾ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കണം. അപ്പം അങ്ങനെ എക്സ്ട്രാ ആയിട്ട് പഠിക്കണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ CC+ന്റെ USS ബാച്ചിൽ ജോയിൻ ചെയ്തു.